നാടിനെയാകെ നടുക്കിയ കൊലപാതകമാണ് കൊളക്കാട് താന്നിക്കുന്നിൽ നടന്നത്. സ്വന്തം അമ്മയെ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്ന വാർത്ത കേട്ട് ജനം സ്തബ്ധരായി. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. വിവരമറിഞ്ഞ് നിരവധി ആളുകൾ താന്നിക്കുന്നിലെ കൊല്ലപ്പെട്ട ഗീതമ്മയുടെ വീട്ടുപരിസരത്തെത്തി. സംഭവം നടക്കുമ്പോൾ ഗീതമ്മയുടെ ഭർത്താവ് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അപ്പനെയും കൊല്ലുമായിരുന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകവേ മകൻ ക്രിസ്റ്റി സുഹൃത്തിനോട് പറഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ. നാടാകെ നടുങ്ങിയ കൊലപാതകത്തിൽ വില്ലനായത് ലഹരി. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ത്രേസ്യ പോളാണ്. പ്രസിഡന്റ്, ഈ വിവരം എപ്പോഴാണ് അറിയുന്നത്? എന്താണ് ഇതിനെക്കുറിച്ച്? ഇന്നലെ രാത്രിയിൽ ഈ വിവരം അറിഞ്ഞു. മകൻ അമ്മയെ വെട്ടിക്കൊന്നുവെന്നാണ് അറിഞ്ഞത്. വല്യമ്മയെ റൂമിലിട്ട് അടച്ചിട്ട് മകൻ അമ്മയെ വെട്ടിക്കൊന്ന് പുള്ളിയുടെ സഹോദരിയെ വിളിച്ചു അറിയിച്ചു എന്നാണ് അറിഞ്ഞത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഉടനെ കൊണ്ടുവരുമായിരിക്കും. ഭയങ്കര ദുഃഖകരമായൊരു സംഭവമാണ് എൻ്റെ പഞ്ചായത്തിൽ നടന്നത്. യങ് യൂത്ത് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഇതൊരു ഉദാഹരണം. ഇതുപോലെ മെനി ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ പഞ്ചായത്തിലും കണ്ണൂർ ജില്ലയിലും. അതിന് വേണ്ട നടപടി എടുക്കണം. പഞ്ചായത്ത് കൂടി ശ്രദ്ധിക്കും എന്നുള്ളതാണ്. പഞ്ചായത്ത് കൂടി ശ്രദ്ധിച്ച് നമ്മളതിന് മേൽനോട്ടം വേണ്ടയിടത്ത് അറിയിക്കുന്നിടത്ത് അറിയിക്കും. ലഹരി ഒരു പ്രധാനപ്പെട്ട ഒരു ദുരനുഭവം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പോലീസ് അതുപോലെ പഞ്ചായത്ത് മറ്റ് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണം ആ നിലയിലൊക്കെ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ടാവുമല്ലോ. ബോധവൽക്കരണം മാത്രം പോരാ, നമ്മൾ കൊച്ചു കുട്ടികളിൽ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അറിയിപ്പിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ പോലും പഠിപ്പിച്ചാൽ അതിൽ ഫലമില്ല. അതുകൊണ്ട് യങ് ജനറേഷൻ സ്കൂളിൽ നിന്ന് തൊട്ട് തുടങ്ങി നമ്മൾ അവരെ അവെയറാക്കി ഇതിൻ്റെ കോൺസിക്വൻസസ് പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഇപ്പം ഞങ്ങളിവിടെ നേരത്തെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരിൽ ചിലർ ഒരു സൂചന തരികയുണ്ട്. ഈ മേഖലയിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ചില സംഘങ്ങൾ രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്നുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പ്രയാസങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരാരും പരസ്യമായിട്ട് അത് പറയാൻ അവർക്കൊരു ഭയം ഉണ്ടാവും. പ്രസിഡന്റ് അങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമോ? അങ്ങനെയുണ്ടെങ്കിൽ സ്വീകരിക്കണം. കാരണം ഒരു നാടിനെ ലഹരി കൊണ്ട് നശിപ്പിക്കും. നാട് മാത്രമല്ല, അതിൻ്റെ പുരോഗതി നശിക്കും, അവിടുത്തെ ജനങ്ങളുടെ ക്വാളിറ്റി നശിക്കും. എല്ലാം അതിന് ഭയങ്കര അപകടകരമായ കാര്യമാണ്. അതിന് നടപടി എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം നന്ദി. കൊല്ലപ്പെട്ട ഗീതമ്മ പരിചിതയായിരുന്നുവെന്നും ചില പ്രശ്നങ്ങൾ വീട്ടിലുള്ളതായി കേട്ടിരുന്നുവെന്നും ഈ വീടുൾപ്പെടുന്ന വാർഡിൻ്റെ മെമ്പർ. ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ഈ പ്രദേശം ഉൾപ്പെടുന്ന വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീമതി സിന്ധുവാണ്. ഈ മെമ്പറെ, ഈ ഗീതമ്മയെ നേരിട്ട് പരിചയമുണ്ടായിരുന്നു? സമൂഹത്തിൽ ഇടപെടുന്ന ഒരു രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ആൾ നല്ല വ്യക്തിപരമായിട്ട് നല്ല എല്ലാ ആളുകളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പുള്ളിക്ക് വെച്ചാൽ നമ്മൾ ടൈലറിംഗ് ആണ്, ബ്യൂട്ടീഷ്യൻ നടത്തുന്ന ആളാണ്. അപ്പോൾ എല്ലാ ആളുകളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ആൾ നല്ല സൗമ്യമായിട്ട് പെരുമാറുന്ന ആളാണ്. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ യാദൃശ്യമായ ഒരു സംഭവം നമ്മൾ നടന്നു കഴിഞ്ഞപ്പോഴത്തെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പം ഇനി വരുന്ന ഈ തലമുറയിലെ കുട്ടികൾ നന്നായി നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരുപാട് ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ. പക്ഷെ നമ്മൾ എന്തോ അറിയില്ല, ഇതിൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ സമൂഹത്തിൽ ഇവർ ചേച്ചിയൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ്. എന്താണ് കാരണങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ഈ വീട്ടിലിങ്ങനെ അമ്മയും മകനും ഇടയ്ക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഒരു മെമ്പർ എന്ന നിലയിൽ വീടുകളുമായിട്ട് നിരന്തര ബന്ധം ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ? ഉണ്ട്, ചെറിയ ചെറിയ സൂചനകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇതെങ്ങനെ മകൻ ഇവരായിട്ട് വഴക്കുണ്ടോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ അയൽവക്കത്തിലാണല്ലോ നമ്മൾ അന്വേഷിച്ചപ്പം അവർക്കിത് ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ അവർ അവരുടെ അമ്മയുടെ ആങ്ങളെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്താണെന്നുള്ള വ്യക്തമായി ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടുന്ന് കുറച്ച് ആളുകൾ ഞങ്ങളോട് ഒരു സൂചന പറഞ്ഞു. ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ തമ്പടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മെമ്പർ എന്നതിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ? പോലീസിൽ അറിയിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല, നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ട് ആളുകൾ നമ്മളോടൊന്നും ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പം നമ്മളിപ്പം വന്നിട്ടിപ്പോൾ ഒരു 3-4 മാസം ആയതുള്ളൂ. പക്ഷേ എങ്കിലും കൂടി ആളുകളൊന്നും നമ്മളോടൊന്നും ഇതുവരെ അങ്ങനെ ഒരു കാര്യങ്ങൾ അറിയിക്കുകയോ നമ്മൾ പോലീസിൽ അറിയിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് അറിഞ്ഞെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയാനായിരുന്നു. വളരെയധികം നന്ദി. ലഹരി സംഘങ്ങൾ നാടിന്റെ വിവിധ മേഖലകളിലുണ്ട്. ലഹരിയുടെ സ്വാധീനത്തിലാവാം ഈ ദാരുണമായ കൊലപാതകവും നടന്നതെന്ന നിഗമനത്തിലാണ് പോലീസ്. കാരണം കൂടുതൽ അന്വേഷണത്തിൽ വ്യക്തമാകുമെന്നും പോലീസ് അറിയിച്ചു. ഏജനറ്റ് ന്യൂസ്, കൊളക്കാട്.